ഭയങ്കര സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസ്. നമ്മൾ കൂടുതലും ഈ ആപ്ലിക് വർക്കൊക്കെ ഓർഗൻസ സാരീസിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊരു കോട്ടയ്ക്കുള്ളിൽ ആ ഒരു ആപ്ലിക് വർക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ സാരി കോട്ടയിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു ഫ്ലോറലിൻ്റെ തന്നെ ഒരു ആപ്ലിക് പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കൂടാണ്ട് ഒരു 3 ഷെയ്ഡ്സ് എന്ന് വരുന്നുണ്ട്. എല്ലാം നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫുൾ ഒരു ഫ്ലോറലിൻ്റെ തന്നെ ഒരു ആപ്ലിക് പാറ്റേൺ. പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കുന്നതിനേക്കാളും 1 ലെയർ ഒക്കെ ഇട്ട് ഉടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. ഫുൾ ഒരു ആപ്ലിക് പാറ്റേൺ കൊടുത്തിട്ട് നമുക്ക് സാരിയുടെ അപ്പർ പോർഷൻ ലോവർ പോർഷനിലും ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് കേട്ടോ അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. നമുക്ക് കോട്ട് ആയത് തന്നെ കുറച്ചൊന്ന് ഒത്തിരി ബോഡി ഹക്കായിട്ട് കിടക്കുന്നതല്ല, കുറച്ചൊന്ന് പടപടപ്പുള്ള മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഉടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ആൻഡ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ആപ്ലിക് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസും ഇതിൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ. എനിക്കിപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാണെങ്കിലും അമ്മമാർക്കൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളതും സെയിം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. അതിലും ഒരു സ്ട്രൈപ്സ് പാറ്റേൺ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം വർക്ക് ഡീറ്റെയിലിംഗ് തന്നെയാണ്, കളേഴ്സിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളേഴ്സ് വരുന്നത്. ഇപ്പം പാരൻസിനൊക്കെ ആണെങ്കിലും ഒത്തിരി ഡാർക്ക് ടോൺ ഷെയ്ഡ്സൊക്കെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസും കൂടിയാണ്. ബ്ലൗസ് പീസും എല്ലാത്തിലും സെയിം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കോട്ടൺ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് കോട്ടൺ ബ്ലെൻഡിലാണ്. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു സമ്മർ ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷനും കൂടിയാണ്. ആൻഡ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ക്രീം ഷെയ്ഡിലാണ്. ഇതിൽ കാണാൻ മനസ്സിലാവും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആപ്ലിക്ക് എന്തുമാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിൽ 2 സൈഡിൽ നമുക്ക് ആ ഫ്ലാറ്റ് പൈപ്പിംഗ് തന്നെ വരുന്നുണ്ട്. ആ പൈപ്പിംഗ് വന്നിട്ടുള്ളതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. ഒരു ഒക്കേഷൻ വെയർ ആയിട്ടേക്ക് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്ത് പോകാനൊക്കെ ആണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. കോഡ് വരുന്നത് BLD 1290 എന്ന കോഡിൽ. പ്രൈസ് റേഞ്ച് 4249 ആണ്. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുർത്ത സെറ്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇപ്പോൾ സാരിയൊക്കെ വെയർ ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കുർത്ത സെറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ. ആൻഡ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. എല്ലാം നമുക്കൊരു ഡാർക്ക് പാരറ്റിൽ വന്നിട്ടുള്ള ഷെയ്ഡ്സും കൂടെയാണ്. ആൻഡ് ആ ഒരു ദുപ്പട്ടയെ നോക്കുവാണെങ്കിൽ ചന്ദേരി ഫിനിഷാണ്. ദുപ്പട്ടയുടെ ഫുള്ളായിട്ട് നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ആ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് ഫുൾ സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ ചന്ദേരി ഫിനിഷിൽ വന്നിട്ടുള്ള ടോപ്പിൽ നമുക്ക് ആ ഒരു എ ലൈൻ ടൈപ്പിലാണ് നമുക്ക് ആ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു പാനൽ കട്ടൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യോക്ക് പോർഷൻ വരെ നോക്കുവാണെങ്കിൽ ഫുള്ളി ആ ഒരു അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു യോക്ക് പോർഷനും സ്ലീവ്സിൻ്റെ പോർഷനും തന്നെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും സീക്വൻസിൻ്റെയും വർക്കാണ് നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു റിച്ച് ആയിട്ട് നമുക്ക് നിൽക്കുന്ന രീതിക്കാണ് ആ ഒരു യോക്കിൻ്റെ പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൻ്റെ എൻ പോർഷനിലും ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ ആ ഒരു ബീഡ്സിൻ്റെ വർക്കൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം സ്ട്രൈറ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. 2 more ഷെയ്ഡ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു കുർത്ത സെറ്റ്സ്. ഇതിലും നമുക്ക് വി നെക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫുള്ളായിട്ട് എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. കളറിൻ്റെ മാത്രം ഒരു ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് സ്ട്രൈറ്റ് ഫിറ്റ് ബോട്ടത്തിൻ്റെ ബാക്ക് സൈഡിൽ എലാസ്റ്റിക് സ്ട്രെച്ചബിൾ ആവുന്ന രീതിക്ക് ആ ഒരു എലാസ്റ്റിക് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ചന്ദേരി ഫിനിഷിൽ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് നോർമലി ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു
ദുപ്പട്ട വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ആ ഒരു സീക്വൻസിൻ്റെ വർക്കൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ്. യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു കളക്ഷനാണ്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം, ദുപ്പട്ട. ആൻഡ് ഇതിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഫുള്ളി യോക്ക് പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് KIA 115 എന്ന കോഡിൽ 4709 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റ്സിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇത് ഫസ്റ്റ് കവറിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച സാരിയാണെന്ന്, കാരണം അത്രയും നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ചോദിക്കും എന്താ സൽവാർ സെറ്റിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ് വരില്ലേന്ന്. ഇത് സൽവാർ സെറ്റാണ് വന്നേക്കുന്നത്. നല്ല രസമുള്ള ഒരു പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നേക്കുന്ന സൽവാർ സെറ്റാട്ടോ. കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ട ഫാബ്രിക്കിനകത്താണ് വന്നേക്കുന്നത്. ദുപ്പട്ടയും ടോപ്പും കോട്ടയ്ക്കകത്തും ആൻഡ് PVയിൽ വന്നേക്കുന്ന ബോട്ടം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന പ്രിൻ്റ് ആട്ടോ. ഇത് ഫസ്റ്റ് സെറ്റിലാണ് ആ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് സെക്കൻഡ് വന്നേക്കുന്നതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് തേർഡ് വന്നേക്കുന്നത് ലൈറ്റ് പീച്ച് ആൻഡ് മോവിൻ്റെ ഒരു കോമ്പിനേഷൻ. മോവല്ല, ലൈറ്റ് നമ്മുടെ ഗ്രീനിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡിൽ വന്നേക്കുന്ന കോമ്പിനേഷൻ ആട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നതും ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ലുക്ക്. ആൻഡ് ഫൈനലി വന്നേക്കുന്ന ഈ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ, ഇതും ഒരു ഫ്ലോറൽ ടൈപ്പാണ്. ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ലുക്കും കൂടി നോക്കാം. കൊള്ളാല്ലേ ജഗ? ഇതാട്ടോ ലുക്ക് വരുന്നത്. ടോപ്പിൽ കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ ലോട്ടസിൻ്റെ തന്നെ കുഞ്ഞ് മോട്ടീഫാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. സ്കാറ്ററായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ലുക്കും. നല്ല രസമുള്ളൊരു ദുപ്പട്ട കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഓണം പോലെയുള്ള ഒക്കേഷൻസിനാണെങ്കിലും ട്രഡീഷണലായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഒക്കേഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും കൂടി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആട്ടോ. നമുക്ക് വലിയ ജുംകാസൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ. ഒരെണ്ണം പുള്ളിക്കാരി ട്രൈപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. ഇതിനകത്ത് പീച്ച് ആൻഡ് എനിക്ക് പിന്നെ മോവാട്ടോ വരുന്നത്. ഇത് ഒലീവിൻ്റെയും പീച്ചിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിനകത്തും ലോട്ടസിൻ്റെ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ബോഡിയിൽ നോക്കുമ്പോൾ ലോട്ടസ് അല്ല, അതിൻ്റെ ഒരു മുട്ട് പോലത്തെ ഒരു ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇത് നോക്കുമ്പോൾ ലോട്ടസിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. പക്ഷേ കളേഴ്സ് നമ്മൾ ഈ ഒരു കളറിലെ ലോട്ടസ് ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് ബോർഡറിൽ ഒരു ടെമ്പിൾ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. സെറീൻ്റെ തന്നെ ഒരു ടെമ്പിൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടോപ്പിൽ ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക്. ബോട്ടം PVയിൽ വന്നേക്കുന്ന ബോട്ടം അതിൻ്റെ ബാക്കി ഓപ്പൺ ചെയ്ത് കാണാം. വീണ്ടും ഞാൻ ലോട്ടസ് ആട്ടോ എടുത്തേക്കുന്നത്. ഇത് ഫുൾ നമുക്കൊരു ഫ്ലോറിന്റെ തന്നെ ഒരു പാറ്റേൺ ആണ് ദുപ്പട്ട. എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിനും ദുപ്പട്ടയാണ് കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ശരിക്കും തെറ്റിദ്ധരിച്ചു ഇതാണ് ടോപ്പെന്നും ഈ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന ദുപ്പട്ടയാണെന്നും. പക്ഷെ തിരിഞ്ഞാ വന്നേക്കുന്നത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ടെമ്പിൾ ലുക്കിനൊക്കെ ആണെങ്കിലും നമുക്ക് വേറെ ഇത് പോവാണെങ്കിൽ നല്ലൊരു ജിമുക്കേക്ക് ഇട്ട് സ്റ്റൈലൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് ലുക്ക് ആയിരിക്കും. ഭയങ്കര ഒരു യൂണീക് കളക്ഷൻസിലൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുള്ള് നമുക്കൊരു ഫ്ലോറലിന്റെ ഒരു പ്രിന്റ് പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. കോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. നമുക്ക് ദുപ്പട്ടയിലും സെറിയുടെ തന്നെ ഒരു ഫീലിംഗ് കൂടെ രണ്ട് ലുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ടെമ്പിൾ ഡീറ്റെയിലിംഗിൽ വന്നേക്കുന്ന ഒരു സെറീൻ്റെ ഒരു ഡീറ്റെയിലിംഗ്. ഇതിനകത്ത് വളരെ തിന്നായിട്ട് വന്നേക്കുന്ന സെറീൻ്റെ തന്നെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് എൻഡിൽ കൊടുത്തേക്കുന്നത്. ഫൈനലി വന്നേക്കുന്ന ഇതാട്ടോ. നല്ല രസമുള്ള കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന. പിങ്കും അതേപോലെ തന്നെ ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ടോപ്പിലാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം കണ്ടതിലെല്ലാം സിംഗിൾ കളേഴ്സാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് 2 ഷെയ്ഡിൻ്റെ തന്നെ ഫ്ലവേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് വരുന്ന MR 120. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2099. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.